നമുക്ക് ആരാ രക്ഷകനായിട്ടുള്ളത്? പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തു. ക്രിസ്തു വന്ന് ജനിച്ചത് അറിവിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യത്തിലൊന്നുമല്ല, എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന റോമാ സാമ്രാജ്യത്തിലൊന്നുമല്ല ക്രിസ്തു വന്ന് പിറന്നത്. ക്രിസ്തു വന്ന് പിറന്നത് ഒരു പുൽക്കൂട്ടിലാണ്. രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കും. ഒന്നും അല്ലാതായിത്തീർന്ന എനിക്ക്, ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന എനിക്ക്, ഒരു വിലയില്ല എന്ന് കരുതുന്ന എനിക്ക് ക്രിസ്തു ഒരു വില നൽകുന്നു. എനിക്ക് വേണ്ടി പുൽക്കൂട്ടിൽ ജനിച്ച് കുരിശിൽ മരിച്ച യേശുവിനെ തള്ളിപ്പറയാതെ യേശുവിനെ ധരിച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് സ്വർഗം തുറക്കും. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, വചന ശുശ്രൂഷയ്ക്ക് ഒരുക്കമായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കർത്താവിങ്കിലേക്ക് ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്നത്തെ വചന ശുശ്രൂഷയുടെ ഭാഗമായി ഏശയ്യായുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ, ഞാൻ അങ്ങിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവാണ് എൻ്റെ ബലവും എൻ്റെ ഗാനവും, അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. യെശയ്യാ പ്രവചനത്തിലൂടെ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്, കർത്താവാണ് നമ്മുടെ രക്ഷ. ചില സമയങ്ങളിൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത ആളുകളെപ്പറ്റി വചനത്തിൽ സൂചനയുണ്ട്. ഒരു സാധ്യത നമ്മൾ മാനുഷികമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധ്യതയില്ലാത്ത ആളുകൾ. നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത മയക്കുമരുന്നും ലഹരി ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്ന ഒരിടമാണ്. അവിടെ ഞാൻ പല ആളുകളെയും ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷ ഇല്ല, എവിടെങ്കിലും കൊണ്ട് കുറച്ച് നാൾ അവനെ നിർത്തി എങ്ങനെങ്കിലും ഒക്കെ ആക്കി തിരിച്ചു കൊണ്ടുപോകുക, കുറച്ച് നാളെങ്കിലും സമാധാനമായിട്ട് ജീവിച്ചാൽ സമാധാനമായി എന്ന് കരുതുന്ന ആളുകളൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബൈബിളിൽ അങ്ങനെ ഉള്ള ഒരു മകനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അവൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു, അവൻ്റെ സ്വഭാവ രീതികൾ എന്തായിരുന്നു, ആ രീതിയിലേക്ക് ഈശോ വന്നപ്പോൾ എങ്ങനെയാണ് യെശയ്യാ 12 പോലെ രക്ഷയായതും കർത്താവ് ബലമായതും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഗരസേനരുടെ നാട്ടിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ട ഒരു മകനാണ് ഞാൻ പറയാൻ പോകുന്ന മകൻ. നമുക്കെല്ലാവർക്കും അവനെക്കുറിച്ച് അറിയാം. അവൻ്റെ പ്രത്യേകത എന്താണ്? അവൻ കരക്കിറങ്ങിയപ്പോൾ പിശാച് ബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. അവനെ സമീപിച്ചു എന്നാണ് വചനത്തിൽ പറയുന്നത്. അവൻ അകന്നു പോയി എന്നല്ല, അവനെ സമീപിച്ചു. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആ പിശാച് ബാധയുള്ള മകൻ വന്നു. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് പിന്നീട് ഉണ്ടാകാൻ പോവുക? ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആര് വന്നാലും ഒരു സാധ്യതയില്ലാത്ത, രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത ആളുകളാണ് പിശാച് ബാധിതർ എന്ന് നമ്മൾ മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ പറയുന്ന ആളുകൾ. അവൻ പോലും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ സമീപിച്ചപ്പോൾ, ഏത് ലക്ഷ്യത്തോടെയാണ് എന്നുള്ളത് പ്രസക്തമല്ല. അവൻ ക്രിസ്തുവിനെ സമീപിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, അവൻ്റെ പ്രത്യേകത എന്തായിരുന്നു നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെയാണ് വചനം പറയുന്നത്, വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. അപ്പം ഇങ്ങനെ വളരെ വളരെ മോശം ജീവിതം നയിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അവരുടെ വസ്ത്രധാരണം തന്നെ വലിയൊരു പ്രത്യേകതയാണ്. അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. ഞാൻ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് സെക്സഹോളിക് അനോണിമസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആൽക്കഹോളിക് അനോണിമസ് പോലെ ആൽക്കഹോൾ ഉപയോഗിച്ച്, ലഹരി ഉപയോഗിച്ച് തകർന്നു പോയ ജീവിതങ്ങളെ പുനരുദ്ധരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ്. ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പാണ്
സെക്സഹോളിക് അനോണിമസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സെക്സ് എന്ന് പറയുന്ന കാര്യം അവർക്ക് ലഹരിയായി മാറിയിട്ടുള്ള ആളുകളാണ്. അവരുടെ കൗൺസിലിങ്ങിനും അവരോട് സംസാരിക്കാനും അവരുടെ കുമ്പസാരം കേൾക്കാനും പലപ്പോഴും എന്നെ വിളിക്കാറുണ്ടായിരുന്നു, ഞാൻ പോകാറുണ്ടായിരുന്നു. അവരുടെ ജീവിതം അത്രയും വലിയ ദുരന്തത്തിലൂടെ കടന്നുപോയ, ലൈംഗിക ദുരന്തങ്ങളിലൂടെ കടന്നുപോയ ജീവിതമാണ്. അവർക്ക് ചില പാപങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ ലൈംഗിക വൈകൃതങ്ങൾക്കൊക്കെ ഇരയായിപ്പോയ മക്കളാണ്. നമ്മൾ പെട്ടെന്ന് അവരെ നമ്മൾ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മക്കൾ ക്രിസ്തുവിനെ അറിഞ്ഞ് അവരുടെ ജീവിതം മാറിപ്പോയ, ക്രിസ്തുവിനെ അറിഞ്ഞ് അവരുടെ ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു പ്രത്യേകത, അവർ പറയാറുള്ള ഒരു കാര്യം, എന്നോട് പറയാറുള്ള കാര്യം, അവരുടെ നഗ്നതയോടുള്ള അവരുടെ ആഭിമുഖ്യമാണ്. അപ്പം ചില മനുഷ്യരിൽ ക്രിസ്തു കടന്നു വരാൻ തടസ്സമായി നിൽക്കുന്ന, ക്രിസ്തുവിൻ്റെ ജനനം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം നഗ്നതയോടുള്ള ചില ആഭിമുഖ്യങ്ങളാണ്. അവരെങ്ങനെയാണ് അതിനെ അഭിമുഖീകരിച്ചെന്നുള്ള അത്ഭുതമാണ്. ഒന്നാമതായിട്ട് എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രകടമായ ഒരു അടയാളമാണ് നഗ്നതയോടുള്ള പിശാച് ബാധ അല്ലെങ്കിൽ പൈശാചിക ചിന്ത ഉള്ളിലുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അവർക്ക് നഗ്നത. ഇന്നത്തെ മക്കൾ, ഒരുപാട് മക്കൾ എൻ്റെ അടുത്ത് വന്ന് പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛാ പോർണോഗ്രഫി എന്ന് പറയുന്ന പാപത്തിന് അഡിക്റ്റാണ് അച്ഛാ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, പക്ഷേ ഈ പാപത്തിന് അഡിക്റ്റാണ് അച്ഛാ. എന്താ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണിത് രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഉണർന്നിരുന്ന്, അച്ഛോ ഞാൻ എൻ്റെ ഫോണിൽ അശ്ലീലമായ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുക, എങ്ങനെയാണ് ഇതിൻ്റെ കെട്ടിൽ നിന്നൊന്ന് മോചിപ്പിക്കപ്പെടുക. അപ്പോൾ ഈ മകൻ ഇതുപോലെയുള്ളൊരു മകനായിരുന്നു. പിശാച് ബാധിതനാണെന്ന് വ്യക്തമാക്കപ്പെട്ട ഈ മകൻ്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു, അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. നഗ്നതയോടുള്ളൊരു ആഭിമുഖ്യം. ഈ സെക്സഹോളിക് അനോണിമസ് ഗ്രൂപ്പും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അവർക്ക് നഗ്നതയോട് ഭയങ്കരമായിട്ടുള്ളൊരു ആഭിമുഖ്യം, ഒരു പിടുത്തം, അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അത് ഇങ്ങനെ അവരുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഈ മകൻ്റെ പ്രത്യേകത, അവൻ വീട്ടിലല്ല ശവക്കല്ലറുകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. ഇവൻ രക്ഷപ്പെടൂ, വീട്ടിലല്ല അവൻ അവന് വീടില്ല, വീട് ശവക്കല്ലറയാണ് അവൻ്റെ വീട്. അവനെങ്ങനെയാണ് രക്ഷപ്പെടാൻ, ആരവന് രക്ഷപ്പെടുത്തും? ശവക്കല്ലറയിൽ വീട് പണിത് താമസിക്കുന്ന ഒരാൾ, മിണ്ടാൻ ആരുമില്ല, കേൾക്കാൻ ആരുമില്ല. ശവങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, കേൾക്കാനും പറ്റില്ല. മിണ്ടാനോ കേൾക്കാനോ പറ്റാത്ത ബധിരൻ, മൂകൻ ആയിട്ടുള്ള ഒരു സ്ഥലം ഒന്ന് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ, അത് നമ്മുടെ വീടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് മിണ്ടാൻ പറ്റില്ല, നമ്മൾ പറയുന്ന ആരും കേൾക്കാനും പറ്റില്ല, അവർക്ക് നമ്മളോട് സംസാരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു വീട്ടിലുണ്ടെങ്കിൽ നരകം എന്നല്ല നമ്മൾ ആ വീടിനെ വിളിക്കുക. നമുക്കൊരാളോട് സമാധാനമായിട്ട് നമ്മുടെ വീട്ടിൽ മിണ്ടാൻ പറ്റണില്ല, സംസാരിക്കാൻ പറ്റണില്ല. ആ അവസ്ഥ ഭയങ്കര വേദനയുള്ളൊരു അവസ്ഥയല്ലേ? ശരിക്കും ഈ പിശാച് ബാധിതൻ്റെ ഭവനം അങ്ങനെയായിരുന്നു. ചില വീടുകളും അങ്ങനെ തന്നെയാണ്. വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊന്നും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കേൾവി ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഒരു പരിധിവരെ ഇല്ല. അങ്ങനെയുള്ളൊരു വീട്, അതാണ് ഈ പിശാച് ബാധിതൻ്റെ വീട്. ഇവൻ രക്ഷപ്പെടുമോ? ഇവൻ്റെ ജീവിതം എങ്ങനെയാണ് മാറാൻ പോകുന്നത്? ഒരു സാധ്യതയില്ല. അപ്പോൾ ചില പാരൻസ് ഷെയർ ചെയ്യാറുള്ളൊരു കാര്യമുണ്ട്, വെച്ചാൽ ഇവൻ ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിൽ നിന്ന് തിരിച്ചു വരാറുള്ളൂ. ഇനി അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ തന്നെ അവൻ അവൻ്റെ റൂമിൽ കയറ്റില്ല അച്ചോ, റൂം അടച്ചിടും. അവൾ റൂമിലേക്ക് കയറ്റില്ല അച്ചോ, റൂം അടച്ചിടും. റൂമിലേക്ക് എങ്ങാനും കയറിപ്പോയി കഴിഞ്ഞാൽ ദേഷ്യം, കോപം അതൊക്കെ ഇങ്ങനെ ശക്തമായിട്ടുണ്ടാവുകയാണ്. വീട്ടിലല്ല ശവക്കല്ലറുകളിലാണ് അവർ താമസിച്ചിരുന്നത്. വീട്ടിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ല അവന്. ഇനി മൂന്നാമതായിട്ട്, യേശുവിനെ കണ്ടപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്തിന് എൻ്റെ കാര്യത്തിൽ നീ ഇടപെടുന്നു? ഈ തരത്തിലുള്ള ഒരു ബാധയോ അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ ഒരു പീഡനമോ ഉള്ള ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, എന്തിനാണ് അച്ഛൻ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവരങ്ങനെ ചോദിക്കും. എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരണ്ട, എൻ്റെ കാര്യത്തിൽ എന്നോട് സംസാരിക്കാൻ ആരും വരണ്ട. പക്ഷേ ഇവൻ ക്രിസ്തുവിനെ സമീപിച്ചു. ഇങ്ങനൊരു ക്യാരക്ടറുള്ള ഒരാൾ ക്രിസ്തുവിനെ സമീപിച്ചു എന്നുള്ളത് അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? കഞ്ചാവ് വലിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന
ഒരു സഹോദരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. അവൻ എന്നോട് ചോദിച്ചു, അച്ഛാ എന്തിനാണ് അച്ഛോ എൻ്റെ കാര്യത്തിൽ അച്ഛൻ ഇടപെടണേ? ഞാൻ അച്ഛൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അച്ഛനോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ അച്ഛാ. എന്നെ എന്തിനാണ് അച്ഛൻ പിന്നെ ഇവിടെ നിർത്തി ട്രീറ്റ് ചെയ്യുന്നത്? എന്തിനാണ് അച്ഛൻ? എന്നെ വിട്ടൂടെ? ഞാനൊരാൾക്കും അമ്മയുടെ അടുത്തേക്ക് പോകുന്നില്ല. ആകെ കൂടി ഇവൻ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല. വേറൊരാളെയും കാണാനും ഒന്നിനും ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയേക്കാം. എന്തൊരു നമുക്ക് കേൾക്കുമ്പോൾ അപ്പോൾ പിന്നെ എന്തിനാണ് ഇവനെ ഞാൻ പിടിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് തോന്നാം. പക്ഷേ ഇവൻ്റെ ഉള്ളിലുള്ള സംഗതി ഇതാണ്. അതായത് വേറെ ആർക്കും എൻ്റെ ജീവിതത്തിൽ ഇടപെടാനുള്ള അവകാശം ഇല്ല. ഞാൻ തന്നെ ഉണ്ടായതാണ്, തന്നെ വളർന്നോളും, എനിക്ക് തന്നെ ജീവിക്കാൻ പറ്റും. അതൊരു തെറ്റായ തോന്നലിൻ്റെ ബോധ്യത്തിൻ്റെ ഒരു ഔട്ട്കമാണ്. ഇതുപോലെ നോക്കിയാൽ ഇവിടെ കർത്താവിൻ്റെ അടുത്ത് അവൻ ചോദിക്കുന്നത്, എന്തിനാണ് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെ വെറുതെ വിട്ടേക്ക്. അപ്പോൾ മൂന്നാമത് എൻ്റെ സഹോദരങ്ങളെ, ഇവരുടെ മനസ്സിലുള്ള ചോദ്യം ഇതാണ്, എന്തിന് ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു? ക്രിസ്തു ഇടപെടണ്ട, ഞാൻ ജീവിച്ചോളാം, ക്രിസ്തുവിൻ്റെ ആവശ്യമില്ല, ഞാൻ ജീവിച്ചോളാം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. നാലാമതായിട്ട് ഇവൻ്റെ അടുത്തൊരു പ്രത്യേകത, ഇവന് ഭയങ്കരമായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നു. ഞാൻ ആലോചിക്കുക വെച്ച്, കർത്താവിനെ അങ്ങനെ അഭിഷേകത്തോടെ ജീവിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ആരോഗ്യം കുറഞ്ഞ ആൾക്കാരെ പോലെയൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും അങ്ങനെയല്ല. ഇവൻ്റെ നോക്കിയാൽ അവൻ ചങ്ങലകളും കാൽവിലങ്ങളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജന സ്ഥലത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ വചനത്തിൽ പറയുക, ഇവർ ഇങ്ങനെ ജീവിക്കുന്ന ചില ആളുകൾക്ക് ഭയങ്കര ശക്തിയും ഭയങ്കര വയലൻസും ആയിരിക്കും. ഇവരുടെ ജീവിതത്തിൽ വയലൻസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേഷ്യം, എന്തെങ്കിലും പറയുമ്പോഴേക്കും വെറുപ്പ്, സംസാരം മുഴുവൻ വെറുപ്പും ദേഷ്യവും ഒക്കെ കലർന്ന സംസാരവും രീതികളും എല്ലാം അങ്ങനെ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മളോട് പറയാം, നാലാമതായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മകൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരികയാണ്. അവനെ ആളുകൾ പേടിച്ചിരുന്നു. അവൻ്റെ സാന്നിധ്യം തന്നെ പേടിയാണ്. ചില ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ, ഇന്നാളൊരിക്കലും എന്നോട് ഒരു മകൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ ഞാൻ എൻ്റെ അപ്പനെ ഒന്ന് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ വന്നോ, നല്ല കാര്യം മോനെ. പക്ഷേ ഞാൻ അപ്പനോടൊരു കാര്യം പറയാൻ വേണ്ടി വരുന്നത്. എന്താ മോനെ നീ പറയാനായിട്ട് വരുന്നത്? അപ്പനോട് പറയാം, അപ്പൻ മദ്യപാനമൊക്കെ നിർത്തി, നല്ല കാര്യം, അപ്പം വീട്ടിലേക്ക് വന്നു. പക്ഷേ ഞാനും അമ്മയും എൻ്റെ സഹോദരിയും വീട്ടിലുണ്ടാവില്ല. ഇനി മുതൽ അപ്പൻ്റെ അടുത്ത് യാതൊരു ബന്ധത്തിനും ഞങ്ങളില്ല, അപ്പനും യാതൊരു ബന്ധത്തിനും ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട എന്ന് എനിക്ക് അപ്പനോട് പറയണം അച്ഛോ. ഞാൻ ചോദിച്ചു, മോനെ എന്തിനാടാ നീ അത് പറയണേ? അത്രയ്ക്കും പേടിയാണ് അച്ഛാ, അത്രയ്ക്കും പേടിയാണ് അച്ഛാ. ഞങ്ങൾക്ക് വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത വിധത്തിൽ ഈ അപ്പൻ ഞങ്ങളോട് പെരുമാറുകയാണ്. അതുകൊണ്ടാണ് അച്ഛോ, അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞു, മോനെ ഈ അപ്പനൊരു മാറ്റം വന്നിട്ടുണ്ട്, നീ അതൊന്ന് അപ്പനെ നീ കാണുക, ആദ്യം ഒന്ന് സംസാരിക്കുക. അപ്പൻ ക്രിസ്തുവിനെ അറിഞ്ഞതിൻ്റെ അനുഭവങ്ങൾ അപ്പൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, നീ ഒന്ന് കണ്ടു നോക്ക്, ഒന്ന് സംസാരിച്ച് നോക്ക് എന്നവൻ പറഞ്ഞപ്പോഴും അവൻ എന്നോട് പറഞ്ഞു, അച്ഛോ ഞാനിനി അപ്പനോട് സംസാരിക്കാനായിട്ട് വരുന്നത് ഈ ഒറ്റ കാര്യം പറയാനാ, ഇനി ഇല്ല, ഇനി അപ്പനായിട്ടുള്ള ബന്ധം ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ മകൻ പോയി. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, അവനെ പിടിച്ചു നിർത്താനൊന്നും എനിക്ക് സാധിച്ചില്ല. അത്രയും പേടിയും വേദനയും അനുഭവിച്ചിരുന്നു. ഇവിടെ നോക്കുക, ഇവൻ അങ്ങനെയായിരുന്നു. ഇവൻ്റെ കാലിൽ ചങ്ങലയും കൂച്ചുവിലങ്ങൊക്കെ ഇട്ടിട്ടാണ് മതം പൊട്ടിയ ആനേനെ നിർത്തുന്ന പോലെയാണ് ഇവനെ നിർത്തുന്നത്. പക്ഷേ എന്നിട്ട് പോലും അവനത് പൊട്ടിച്ച് തകർത്ത് പുറത്തേക്ക് വന്നു. അവൻ അതുപോലൊരു മനുഷ്യനെയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഇനി അടുത്തത് അഞ്ചാമതായിട്ട് കർത്താവിൻ്റെ വചനം, കർത്താവ് അവനോട് ചോദിക്കുക, നിൻ്റെ പേരെന്താണ്? നമ്മൾ ചില ആൾക്കാർ ചോദിക്കുമ്പോൾ നിനക്ക് പേരെന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാറില്ലേ എന്ന് പറയുമ്പോൾ ഇവൻ്റെ പേരെന്താണെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ അവൻ മറുപടി പറഞ്ഞത് ലെഗിയോൺ എന്നാണ്. എനിക്ക് പറയാൻ മനസ്സില്ല, നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ലെഗിയോൺ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോമാ സാമ്രാജ്യത്തിൽ ലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 പട്ടാളക്കാരെ വിളിക്കുന്ന പേരാണ് ലെഗിയോൺ, ലീജിയൻ എന്ന്. 6000 പട്ടാളക്കാരുടെ ഒരു ഗ്രൂപ്പാണത്. എൻ്റെ പേര് ലെഗിയോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അനേകം പേരുണ്ട് എന്ന് പറയുന്നത് വളരെ കറക്റ്റ്. 6000 പിശാച് അവനെ ബാധിച്ചിരുന്നു. 1 2 പിശാചല്ല, 5 6 7 ഒന്നുമല്ല, 6000 പിശാച് അവനെ ബാധിച്ചിരുന്നു. അത്രയും തകർന്ന് തരിപ്പണമായി പോയ അവനായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഇമ്പോസിബിൾ. കാരണം 6000 പേര് അവനെ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനെ 6000 പേര് ബന്ധിച്ച് വെച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു 10 പേര് ബന്ധിച്ചാൽ തന്നെ നമ്മളൊക്കെ
കഴിഞ്ഞു. മനുഷ്യർ ബന്ധിച്ചത് തന്നെ. ഇത് 6000 പിശാചുക്കൾ അവനെ ബന്ധിച്ചു വെച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആ ഒരു കോണ്ടക്സ്റ്റിൽ 6000 പേര് അവനെ ബന്ധിച്ചു വെച്ചിരുന്നു നമുക്ക് ചിന്തിച്ച് നോക്കാം. അങ്ങനൊരു മനുഷ്യനാണ് ഈശോയുടെ അടുത്തേക്ക് വരുന്നത്. ഈ മനുഷ്യൻ അപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, നഗ്നതയോട് ഭയങ്കര ആഭിമുഖ്യം, അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നഗ്നതയ്ക്ക് ലൈംഗിക ആസക്തിക്ക് അഡിക്റ്റ്. 2, വീട്ടിൽ അവൻ ഒരിക്കലും താമസിക്കില്ല, ശവക്കല്ലറുകളിലാണ് അവൻ താമസിക്കുന്നത്. അത്രയും അവൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയ ജീവിതം. അവന് കേൾക്കാനോ പറയാനോ ഇല്ല. അവൻ പറയുന്ന ആരും കേൾക്കണ്ട, ഇങ്ങോട്ടും ആരും കേൾക്കണ്ട. 3-മതായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ പറയുന്നത്, യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഇടപെടണ്ട, ഒരാളും എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വരണ്ട, എനിക്കറിയാം എന്താണ് ചെയ്യാനായിട്ട് ഉള്ളതെന്ന് എനിക്കറിയാം, ദയവ് ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ആരും ഇടപെടാൻ വരണ്ട എന്ന് വിചാരിക്കുന്നൊരു മനുഷ്യൻ. 4-മതായി അവൻ്റെ കാൽവിലങ്ങുകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ വയലൻസ് ഉള്ള ഒരു മനുഷ്യൻ, മറ്റുള്ളവർ ഉപദ്രവിച്ച് മറ്റുള്ളവർ വെറുത്തിരുന്ന ഒരു മനുഷ്യൻ. 5-മതായി 6000 പിശാചുക്കൾ പിടികൂടിയ ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിതം കംപ്ലീറ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക. രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് എന്തൊരു രക്ഷയാണെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇങ്ങനൊരു മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വന്ന് രക്ഷപ്പെട്ടു എന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുക, സംഭവിച്ചത് എന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. പിശാച് ബാധയിൽ നിന്ന് വിമോചിതനായ മനുഷ്യൻ വസ്ത്രം ധരിച്ച്, അപ്പോൾ അവന് വസ്ത്രം ഉണ്ടായിരുന്നില്ല അത്രയും നാൾ, വസ്ത്രം ധരിച്ചപ്പോൾ തന്നെ നാട്ടുകാർക്ക് വിഷമമായി. ഇവൻ വസ്ത്രം ധരിക്കാൻ പാടില്ല, രക്ഷപ്പെടാൻ പാടില്ല എന്ന് നാട് വിധി എഴുതിയ ഒരു മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ഇങ്ങനൊരാൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഒരാൾക്കും ചിന്തിക്കാൻ പറ്റില്ല, ഒരു നാടിനും ചിന്തിക്കാൻ പറ്റില്ല, ഒരു വ്യക്തിക്കും ചിന്തിക്കാൻ പറ്റില്ല, ഒരു രാജ്യത്തിനും ചിന്തിക്കാൻ പറ്റില്ല. ഇവന് മാറ്റം ഉണ്ടാവാൻ പറ്റില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുക. അവസാനം അവർ യേശുവിനോട് ഇത് വിശ്വസിക്കാൻ പറ്റാതെ യേശുവിനോട് പറയുന്നുണ്ട്, നീ നാട് വിട്ടു പോകണം. അങ്ങനെ യേശു നാട് വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചതിന് പ്രകാരം ഈശോ മടങ്ങിപ്പോന്നു. പിശാച് ബാധിതനായ ആ മനുഷ്യൻ യേശുവിനോട് ചോദിച്ചു, ഇനി ഈ 5 രീതിയിൽ എനിക്ക് ജീവിക്കണ്ട. നഗ്നയുടെ ആഭിമുഖ്യത്തോടെ ജീവിക്കണ്ട, ശവക്കല്ലറകളിൽ ജീവിക്കണ്ട, മറ്റുള്ളവർ എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ് ജീവിക്കണ്ട, മറ്റുള്ളവരാൽ ബന്ധിക്കപ്പെട്ട് ജീവിക്കണ്ട, കുറേ പിശാചുക്കളുടെ തടവറയിൽ ഇങ്ങനെ സുഖിച്ച് തോന്നിയ പോലെ ഉള്ള ജീവിതം എനിക്കിനി വേണ്ട, എനിക്കിനി നിൻ്റെ കൂടെ ആയിരുന്നാൽ മതി. എന്നാൽ ക്രിസ്തു അവനോട് പറയുന്നത് എന്താണെന്നറിയാവോ? നീ വീട്ടിലേക്ക് പോവുക. നമ്മളോട് ഈശോ പറയാം, രക്ഷ അനുഭവിക്കാനായി നീ ക്രിസ്തുവിനെ സമീപിച്ചാൽ നിനക്ക് രക്ഷയുണ്ടാകും, ഒരു സംശയമില്ല. രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കും. അവൻ സാമ്പത്തിക രക്ഷയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അവൻ അധികാരം കിട്ടി രക്ഷപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അവൻ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഉയർന്ന് അങ്ങനെ ജീവിക്കുന്നുള്ള രക്ഷയാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, എനിക്കറിഞ്ഞുകൂടാ അത് രക്ഷയാണോ എന്ന്. ഞാൻ വിചാരിക്കുന്നത് രക്ഷയല്ല എന്നാണ്. രക്ഷ നൽകുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്താണ് നൽകുന്നത്, അതിൻ്റെ പേരാണ് രക്ഷ. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ചിന്തിക്കുന്നത് കിട്ടുന്നതല്ല രക്ഷ. ഒരു ലൈറ്റിൽ നമ്മൾ കടന്നു പോകുമ്പോൾ മഞ്ഞ ലൈറ്റ് മാറി പെട്ടെന്ന് ചോപ്പയായി കഴിയുമ്പോൾ നമ്മൾ പറയും പെട്ടു, അയ്യോ, അത് പെട്ടെന്ന് നമുക്ക് കടന്നു പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും രക്ഷപ്പെട്ടു. നമ്മുടെ രക്ഷയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ രക്ഷ. രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ഇവിടെ ക്രിസ്തു നൽകുന്നതാണ് രക്ഷ. അവനോട് പറഞ്ഞു, നീയെ എൻ്റെ പിന്നാലെ വരേണ്ട മോനെ, നീ ധൈര്യമായി നിൻ്റെ വീട്ടിലേക്ക് പോവുക, എന്നിട്ട് ക്രിസ്തു നിനക്ക് ആരാണെന്ന് നീ പ്രഘോഷിക്കുക. വചനം പറയുക, അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. പട്ടണം മുഴുവൻ അവൻ പ്രസിദ്ധമാക്കി. അവനോട് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, മോനെ, ഇനി നീ എൻ്റെ കൂടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ഭയങ്കര കംഫർട്ടായി അല്ലേ? ഞാൻ നിന്നോടൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം പറയാൻ പോവാ. നീ വീട്ടിലേക്ക് പോ. ഇത്രയും നാൾ നീ എങ്ങനെ ജീവിച്ചത് അതിൽ നിന്ന് മാറി നീ ജീവിക്കുക. നിനക്ക് ക്രിസ്തു നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ കൂടെ ക്രിസ്തുവിൻ്റെ അഭിഷേകമുണ്ട്. നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയി ജീവിക്കുക. സഹോദരങ്ങളെ, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിനെതിരെയുള്ള ശക്തികളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ചിന്ത മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും.
മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിനെതിരെ ഒരു ശക്തി നമ്മുടെ പത്രോസ്ലീഹായുടെ ഉള്ളിലേക്ക് കയറുകയാണ്. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, കർത്താവ് ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. 16-ാം അധ്യായം 23-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനേ, എൻ്റെ മുമ്പിൽ നിന്ന് നീ പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിൻ്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. അപ്പോൾ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു, നല്ല സുഖമായിട്ട് എല്ലാ കാര്യങ്ങളും പോകുന്നു, എന്നും അങ്ങനെ തന്നെ പോകണം, ഒരു കുരിശും ഒരു സഹനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ ക്രിസ്തു ഇവനോട് പറയുകയാണ്, ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്തി രക്ഷയുടെ അനുഭവം കൊടുത്തിട്ട് പറയുകയാണ്, നീ വീട്ടിലേക്ക് പോ, സഹനങ്ങളുണ്ടാകും, നീ പോ, സഹനങ്ങൾ എടുക്ക്. കുരിശ് പേടിയുള്ളത് ആർക്കും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ ആത്മാവാണോ സംസാരിക്കുന്നത്, മാനുഷികമായ ആത്മാവാണോ സംസാരിക്കുന്നതെന്ന് നോക്കാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി. മാനുഷിക ആത്മാവ് അല്ലെങ്കിൽ ജഡത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണെങ്കിൽ അതിൽ സഹനത്തെ, അതിൽ വെറുപ്പുണ്ടാവും. സഹനം ഒരിക്കലും നിനക്ക് ഉണ്ടാവല്ലേ, സഹനം, വെറുപ്പ് ഒക്കെ ഉണ്ടാവും. ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിലോ അങ്ങനെ ഉണ്ടാവില്ല. അതിനെ സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടും. ക്രിസ്തു ഇവനോട് സംസാരിച്ചതുപോലെ നീ വീട്ടിലേക്ക് പോയി സഹനം എടുക്ക്, കുരിശെടുക്ക്. നിൻ്റെ കുരിശെടുക്കാതെ എൻ്റെ പിന്നാലെ വരാൻ പറ്റില്ല. നീ വിചാരിക്കുന്ന എൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്നു വരാമെന്നാണ്. അങ്ങനെയല്ല നീ വരേണ്ടത്. രക്ഷ അനുഭവിച്ച് നീ എന്താ ചെയ്യേണ്ടത്? രക്ഷ അനുഭവിച്ച് നീ കുരിശെടുക്കണം. കുരിശെടുക്കാതെ എൻ്റെ പിന്നാലെ വരാൻ സാധിക്കുകയില്ല. കുരിശ് പേടിയുള്ളത് പിശാചിനല്ലേ? ശരിക്കും നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നൊരു കാര്യമുണ്ട്. പിശാച് ബാധിച്ച ആരെങ്കിലും വരികയാണെങ്കിൽ ഉടനെ തന്നെ കുരിശെടുത്ത് അവരുടെ മുമ്പിൽ അങ്ങോട്ട് വയ്ക്കും. കുരിശിനെ സമീപിക്കാൻ അവർക്ക് പറ്റില്ലെന്ന് നമ്മുടെയൊക്കെ നാട്ടിലുള്ളൊരു ഭയങ്കര ശക്തമായൊരു വിശ്വാസമുണ്ട്. അത് ശരിയാണ്. പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കർത്താവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നീ പുൽക്കൂട്ടിൽ പിറന്ന യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നീ പുൽക്കൂട്ടിൽ പിറന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സന്മനസ്സുള്ളവർക്ക് നൽകുന്ന സമാധാനം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സഹനങ്ങളെ നീ സ്നേഹിക്കണം. നിൻ്റെ കംഫർട്ട് സോണുകളിൽ നിന്ന്, നീ സുഖകരമായിരിക്കുന്ന നിൻ്റെ സോണുകളിൽ നിന്ന്, സുഖകരമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന്. അമ്മായിമ്മ പോയ മരുമകൾക്ക് സന്തോഷമായി, മരുമകൾ പോയ അമ്മായിക്ക് സന്തോഷമായി, ഇല്ലാണ്ടിരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ആ അവസ്ഥകളുണ്ടല്ലോ, നമ്മുടെ സുഖകരമായ സോണിൽ നിൽക്കുന്ന അവസ്ഥ. അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നീ നിൻ്റെ വീട്ടിൽ പോയി ക്രിസ്തു നിനക്ക് ചെയ്ത കാര്യങ്ങൾ പ്രഘോഷിക്കുകയും സഹനങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഏശയ്യായുടെ പുസ്തകത്തിൽ വായിച്ചതുപോലെ രക്ഷയുടെ കിണറ്റിൽ നിന്ന് ആനന്ദത്തിൻ്റെ ഉറവ കോരിയെടുക്കുന്ന, ദൈവം രക്ഷകനായി മാറുന്ന അനുഭവം എത്ര മനോഹരമാണത്. അത് ഈ പിശാച് ബാധിതൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഒരാൾക്കും രക്ഷയില്ല എന്ന് ആരും പറയാതിരിക്കട്ടെ, ഒരാളും രക്ഷപ്പെടില്ലെന്ന് ആരും പറയാതിരിക്കട്ടെ. ക്രിസ്തുവിന് അവനെ രക്ഷിക്കാനായി സാധിക്കും. പുൽക്കൂട്ടിൽ പിറന്നവൻ, എല്ലാം ഉപേക്ഷിച്ച് പുൽക്കൂട്ടിലേക്ക് വന്നവൻ, അവനെ കൈപിടിച്ചുയർത്താൻ കെൽപ്പുള്ളവനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ, രക്ഷപ്പെടില്ല എന്നുള്ള ചിന്തയും തോന്നലും എൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് മാറ്റണമേ. 6000 പിശാചുക്കൾ ബാധിച്ച ഒരു മകനെ കൈപിടിച്ച് നീ ഉയർത്തിയ രക്ഷകനാണ് നീ. എല്ലാം നഷ്ടപ്പെടുന്നവർക്ക് പോലും സന്മനസ്സുണ്ടെങ്കിൽ അവർക്ക് സമാധാനം നൽകുന്നവനാണ് നീ. ഈശോയെ, ഞങ്ങളെല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ ഈ സന്തോഷത്തിലേക്ക്, അതിൻ്റെ ജീവജലം കോരിയെടുക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് കൊണ്ടുപോകണമേ. ആവശ്യമില്ലാത്ത ആസക്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്ത് മാറ്റണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ ഈ സമയം യാചിക്കുന്നു. ഈ പിശാച് ബാധിതൻ്റെ പോലെ കുറച്ചൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ പല ആസക്തികളും ഉണ്ട്, പല വയലൻസും ഉണ്ട്. ക്രിസ്തു എങ്ങനെ ജീവിതത്തിൽ ഇടപെടണമെന്ന് ക്രിസ്തുവിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുമുണ്ട്. അമ്മേ, ഇതിൽ നിന്ന് യഥാർത്ഥ രക്ഷയിലേക്ക്, ക്രിസ്തു നൽകുന്ന രക്ഷയിലേക്ക്, പുൽക്കൂട്ടിൽ പിറന്ന ക്രിസ്തു നൽകുന്ന രക്ഷയിലേക്ക് അമ്മ
ഞങ്ങളെ കൈപ്പിടിച്ച് കൊണ്ടുപോകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.